ദൈവം കോപിച്ച് ഈജിപ്തിനെ 10 മഹാമാരികൾ കൊണ്ട് ശിക്ഷിക്കാൻ തുടങ്ങി. ആദ്യത്തെ ശിക്ഷ നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറിയതായിരുന്നു. എല്ലാ മത്സ്യങ്ങളും ചത്തു. നദി ദുർഗന്ധം മണക്കാൻ തുടങ്ങി. എന്നാൽ കൊട്ടാരത്തിലെ ഉപദേശകർക്കാർക്കും അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് നദിയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് തവളകൾ പ്രത്യക്ഷപ്പെട്ടു. തെരുവുകളിലും മുറ്റങ്ങളിലും വീടുകളിലും അവ എല്ലായിടത്തുമുണ്ടായിരുന്നു. അവ ചത്തപ്പോൾ അവയുടെ ശരീരത്തിൽ പുഴുക്കൾ നിറഞ്ഞു. പുഴുക്കളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഈച്ചകൾ എല്ലായിടത്തും വ്യാപിച്ചു. ആളുകൾ വീടുകളിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. ശരീരത്തിൽ മുറിവുകളുള്ളവരെ ഈച്ചകൾ ജീവനോടെ തിന്നു. എല്ലാവരുടെയും ചർമ്മം കുരുക്കളും ചോരയുമായി. രാജാവിന്റെ ഭാര്യയ്ക്ക് പോലും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ പ്രവാചകനായ മൂസ ഒരു കുതിരയുടെ ശരീരത്തിൽ ഒരു മുന്നറിയിപ്പ് എഴുതിവെച്ചു. രാജാവ് അടിമകളെ മോചിപ്പിക്കുന്നില്ലെങ്കിൽ അടുത്ത ശിക്ഷ ഇതിലും ഭയാനകമായിരിക്കും. രാജാവ് ഇത് ഗൗരവമായി എടുത്തില്ല. അടിമകൾക്കുള്ള സുരക്ഷ കൂടുതൽ കർശനമാക്കി. അതിന്റെ ഫലമായി അടിമകളായ കുട്ടികളും മുതിർന്നവരും ക്ഷീണിച്ചും പട്ടിണികിട്ടും തെരുവുകളിൽ മരിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവം വീണ്ടും പ്രഹരിച്ചു. കന്നുകാലികൾക്കിടയിൽ ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു. മൃഗങ്ങൾ മരിക്കാൻ തുടങ്ങി. മന്ത്രിമാരിൽ ഒരാൾ ദൈവങ്ങളോട് അപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു. പക്ഷേ അത് സഹായിച്ചില്ല. അപ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് തുടങ്ങി. ആകാശത്ത് നിന്ന് വലിയ ആലിപ്പഴങ്ങൾ വീണ് വിളകൾ നശിപ്പിക്കാൻ തുടങ്ങി. ആളുകൾ പരിഭ്രാന്തിയിലായി. പക്ഷേ അത് കൂടുതൽ വഷളായി. വെട്ടുകിളികളുടെ കൂട്ടം ഈജിപ്തിനെ ആക്രമിച്ചു. അവയുടെ വഴിയിൽ കണ്ടതെല്ലാം തിന്നു. ഭക്ഷണ സാധനങ്ങളും വിളകളും ഇല്ലാതായപ്പോൾ വിശന്ന ജനക്കൂട്ടം ധാന്യപ്പുരകൾ ആക്രമിക്കാൻ തുടങ്ങി. ഒരു ധാന്യപ്പുര തുറക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. പക്ഷേ രാജാവ് അത് നിരസിക്കുക മാത്രമല്ല, ഭക്ഷണം മോഷ്ടിക്കാൻ ഒളിച്ചുകടന്ന എല്ലാവരെയും വധിക്കുകയും ചെയ്തു. അതിനുശേഷം മൂസ ഒരു അന്തിമ മുന്നറിയിപ്പുമായി വന്നു. പക്ഷേ രാജാവ് അവനെ വീണ്ടും നിരസിച്ചു. മൂസ ഈ വാക്കുകൾ ദൈവത്തെ അറിയിച്ചു. ആ രാത്രിയിൽ ആദ്യജാതരായ പുത്രന്മാരും മരിക്കുമെന്ന് ദൈവം വിധിച്ചു. കുട്ടികളെ സംരക്ഷിക്കാൻ അവരുടെ വാതിലുകളിൽ ആടിന്റെ രക്തം പുരട്ടാൻ മൂസ അവരോട് കൽപ്പിച്ചു. രാത്രിയായപ്പോൾ നഗരം നിലവിളികൾ കൊണ്ട് നിറഞ്ഞു. രാജാവിന്റെ മകൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് പുത്രന്മാർ മരിച്ചു. മൂസ എല്ലാവരെയും ഒരുമിച്ചുകൂട്ടി. 400 വർഷത്തെ അടിമത്തത്തിന് ശേഷം അവർ ഈജിപ്ത് വിട്ടു. മകനെ അടക്കം ചെയ്ത രാജാവ് ഭ്രാന്തനായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഭ്രാന്തായി ശൂന്യമായ ഒരു തൊട്ടിൽ ആട്ടാൻ തുടങ്ങി. പിന്നീട് രാജാവും 4000 പടയാളികളും അവരെ പിന്തുടർന്നു കുതിച്ചു. മൂസ ചെങ്കടലിന്റെ തീരത്തെത്തി തന്റെ വാൾ വെള്ളത്തിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ കടൽ ഒരു വരണ്ട ഭൂമിയായി. മൂസയും കൂട്ടരും മുന്നോട്ടു പോയി. പക്ഷേ ശത്രുക്കൾ അടുത്തുവരുന്നത് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് കടൽ കടന്നു. സൈന്യവും രാജാവും ഈ ഭൂമിയിൽ കാലുകുത്തി ഒരു വലിയ തെറ്റ് ചെയ്തു. ആകാശത്ത് പെട്ടെന്ന് മിന്നൽ പിണർന്നു. കടലിലെ വെള്ളം തിരികെ വന്നു. ഈജിപ്ഷ്യൻ സൈന്യം രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ നശിച്ചുപോയി. മൂസ വീട്ടിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും അവനെ കാത്തിരിക്കുകയായിരുന്നു. അടിമകൾക്കൊടുവിൽ അവരുടെ സ്വാതന്ത്ര്യം ലഭിച്ചു.